ഇന്നലെ രാവിലെ അല്ല ഇന്നലെ രാത്രി കിടക്കാൻ നേരത്ത് ചെറിയ നീരുണ്ടായിരുന്നു. പല്ലുവേനയാന്ന് പറഞ്ഞു. ഇപ്പൊ കണ്ടോ പല്ലുവേന കൂടി. നീയല്ലേ വെക്കുന്നത്? ഞാനാണ് വെക്കുന്നത്. നീ വെച്ചോ? ആ അങ്ങനെ. അതാണ് കാരണം. രാവിലെ ചെറിയ തെളിച്ചമൊക്കെ കാണുന്നുണ്ട്. എന്നാലും ആകാശം ഇത്ര തെളിഞ്ഞല്ല. കിഴക്കുമ്പോൾ ചെറിയൊരു തെളിച്ചമൊക്കെ കാണുന്നുണ്ട്. വെയിൽ വരുമോ ഇല്ലയോ എന്നറിയത്തില്ല. ചെറിയ വെയിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ആകാശമുണ്ടോ മൂടി തന്നെയാണ് നിൽക്കുന്നത്. ആ ഭാഗത്തോട്ട് കുറച്ച് തെളിച്ചമുണ്ടാവാ. ചെറിയൊരു തെളിച്ചം. വെയിലൊന്നും പറയാൻ പറ്റിയല്ല. എന്ത് സംഭവിക്കാന്നൊരു കാലാവസ്ഥ. ഇങ്ങോട്ട് നോക്കിക്കേ. അമ്മ പോയിട്ട് വരാട്ടോ. നിന്നെ വിളിച്ചോളാം. ആരാണി? എല്ലാം പറഞ്ഞ പോലെ. ആ ഹലോ പറ. Complete the vision, yeah. We've been
ഗവൺമെൻറ് ആശുപത്രി കൊണ്ട് കാണിച്ചേക്കാമെന്ന് വെച്ചു. നേരത്തെ ചീട്ടെടുത്തിട്ടേ സമയമാകുമ്പോൾ അവളെ വിളിച്ചാൽ മതി, അല്ല അവളോട് കിടന്ന് അലമ്പായിരിക്കും. ആദ്യം ഇന്ന് ഡോക്ടർ ഉണ്ടോ എന്ന് നോക്കട്ടെ. ആളുണ്ട്, രാവിലെ തന്നെ നല്ല ആളാണ്. ശാംഭവിയെ കൊണ്ട് നാരായണി ഇപ്പോൾ വരും. മൊത്തം തുളസിയാണല്ലോ. ശാംഭവിയെ കൊണ്ട് നാരായണി ഇപ്പോൾ വരും. നേരത്തെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് ഭയങ്കര അലമ്പാണ്. അതുകൊണ്ട് ചീട്ടൊക്കെ എടുത്തേ, അതുകൊണ്ട് ഇത് ആകാറാകുമ്പോഴങ്ങ് വന്നാൽ മതിയല്ലോ. വിളിക്കുവേ, തിരിച്ചുവേ വിളിക്കുവേ. ആ ഇപ്പഴാ പൊക്കോ പൊക്കോ. ആണോ? ആ ബാക്കി എന്നാ വരുമ്പോൾ നിന്നാൽ മതി, ഞാൻ വിളിക്കുമ്പോൾ മതി. ഇത് പിടിച്ച മോനെ അവളെ. ആ ഓക്കെ. ആ ആ ഇതിപ്പോൾ കുറച്ച് നേരമാവും. ശംഭു വഴക്കുണ്ടാക്കല്ലേ. ടി വി കാണാൻ വന്നാണോ നീ? ഞാൻ കണ്ടില്ലല്ലോ, നീ ടി വി കാണാൻ വന്നാണോ? വായി പിടിക്കും. അവിടെ നിൽക്കാം, അവിടെ നിൽക്കാം. ആ ഇവിടെ ഇരിക്കാം. ആ ടി വി കാണാം. പാ അവിടെ അല്ല, അവിടെ അല്ല, അവിടെ അല്ല. ആ ആ ആ വാർത്ത കാണാൻ വന്നത്. നിനക്ക് നീരൊന്ന് കാണട്ടെ. കൊള്ളാം, നല്ല. നമുക്ക് മേലോട്ട് കയറിപ്പോ. ഇവിടെ അല്ല. കോട്ടയം പോവേ. അമ്മ നിങ്ങളെ പിടിച്ചോണ്ട് പോ. ഇത് നിങ്ങളെ അങ്ങോട്ടൊന്ന് കൊണ്ടുവിട്ടേക്കണം. എത്രയായിരുന്നു? എത്രയാ? ആ എത്രയാ? ഓക്കെ ഓക്കെ ഇപ്പം തരാം. വീട്ടിൽ വിട്ടാൽ മതി. ചില്ലറയുണ്ടോ? 40. എനിക്കറിയാമല്ലോ. നമുക്ക് പല്ല് പ്രശ്നം. ഓർഡറൊന്നുമില്ല, ഇത് ഹോസ്പിറ്റലാണ്. ഓർഡറിൽ പോകണം. ഓക്കെ
പറഞ്ഞു വിട്ടു. വിട്ടോ? കുറേ ഇടങ്ങളിൽ മരുന്ന് കിട്ടുന്നുണ്ട്. ഗുളികയായിട്ടാണ് മേടിച്ചത്. സിറപ്പാകുമ്പോൾ ഇച്ചിരി പൊടി കലക്കി അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. ഗുളികയാണെങ്കിലേ ഉണ്ട്. ഇവിടെ കിടന്ന് അലമ്പായിരുന്നു. അപ്പോൾ ഇവിടെ ക്യൂ നിൽക്കുക, ഇവിടെ ടോക്കൺ എടുത്ത് നിൽക്കണം. അതുകൊണ്ട് അവളെ നേരത്തെ പറഞ്ഞു വിട്ട്. ഗവൺമെൻറ് ആശുപത്രി ഇപ്പം ഭയങ്കര സെറ്റപ്പ് ആക്കിയല്ലോ, നേരത്തെ പോലല്ല. എല്ലാ മരുന്നും ഉണ്ട് ഇവിടെ. പിന്നെ ടോക്കണൊക്കെ സെറ്റപ്പാക്കി. നേരത്തെ അങ്ങനെയൊന്നും അല്ലായിരുന്നു, ഇടിച്ച് തള്ളി കയറണം. അപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഏകദേശം എല്ലാം സെറ്റായി വരുന്നുണ്ട്. നീ അഥവാ ഞാൻ അടുത്ത തുണി എടുക്കാൻ പോകുമ്പോൾ ഗ്യാപ്പ് വരുവാണെങ്കിൽ നീ അവിടെ പോസ് ചെയ്യണം. അപ്പം മനസ്സിലായി? ആദ്യം ഞാൻ ഇൻട്രൊഡക്ഷൻ കൊടുത്തേക്ക് നീ അവിടെ പോസ് ചെയ്യാം. അപ്പം ഞാൻ അടുത്ത തുണി എടുക്കുമ്പോഴത്തേനും വീഡിയോ പ്ലേ ചെയ്യും. അപ്പം വീഡിയോക്ക് ഒരുപാട് ലെങ്ത് വരത്തില്ല. അല്ലെങ്കിൽ ഞാൻ ഇട്ടേച്ച് പിന്നെ അടുത്ത് എടുക്കാൻ വരുമ്പോഴത്തേനും ലെങ്ത് ആയി പോകത്തില്ല. ഫസ്റ്റ് ഇച്ചിരി കളർഫുൾ സാധനം മതിയോ? ആ മറ്റേ ഈ ഡ്രസ്സിന്റെ കാണിക്കുമ്പോൾ നീ ബാക്കിൽ പോയാൽ മതി. ഡ്രസ്സ് കാണാവേ നിങ്ങളുടെ ലൈൻ ലൈറ്റിന്റെ മെയിൻ സാധനം മതിയോ? എല്ലാവർക്കും ലൈം ലൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മീര. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന കുറച്ച് ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ്. കുറച്ച് പ്രോഡക്റ്റ് നമുക്ക്, അതായത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഷിഫോണിൻ്റെ കുറച്ച് തുണികളുടെ ടോപ്പുകളുടെ 1-2 പീസൊക്കെ നമുക്ക് ബാലൻസ് ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മളത് ഓഫർ സെയിലിൽ നിങ്ങൾക്ക് തരികയാണ്. ഏതൊക്കെ കളക്ഷൻസ് ഉള്ളതെന്ന് കാണിക്കാവേ. പറഞ്ഞാൽ റാണി പിങ്ക് ആണ്. അതായത് ഒരു വീനക്ക് വന്നിട്ട് ഫ്രണ്ടിൽ ഗാദേഴ്സ് വന്നിട്ട് ബീഡ്സ് വർക്ക് വന്ന ഓവർകോട്ട് ടൈപ്പാണ്. അറ്റാച്ച് ചെയ്തിട്ടുള്ള ഓവർകോട്ടാണ് കേട്ടോ. അപ്പം നെക്സ്റ്റ് വന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ്. ഇതും ഒരു ആര്യാക്ക ടൈപ്പ് വരുന്നതാണ്. ഫ്രണ്ടിൽ ഗാദേഴ്സ് വന്നിട്ട്. നെക്സ്റ്റ് ഒരു ഡാർക്ക് ഗ്രീൻ, ഏകദേശം ഒരു ചാണകപ്പച്ച കളർ എന്ന് പറയും. ഒരു വീനക്ക് വന്നിട്ട് അതിലും ഗാദേഴ്സ് ബീഡ്സ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ബ്ലാക്ക്, ചതുരക്കഴുത്ത് വന്നിട്ട് അതിലും ഗാദേഴ്സും ബീഡ്സ് വർക്കും വരുന്നുണ്ട്. അടുത്തൊരു ഓറഞ്ച് ഷെയ്ഡാണ്. ഇതിലും വീനക്ക് വന്നിട്ട് ഫ്രണ്ടിൽ ഗാദേഴ്സ് ബീഡ്സ് വർക്ക് വരുന്നത്. പിന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്. ഇതും ഗാദേഴ്സ് വരുന്ന ടൈപ്പ് തന്നെയാണ്. യോക്കിലൊരു പ്രിൻ്റ് ഉണ്ട്. നെക്സ്റ്റ് ഒരു വൈൻ ഷെയ്ഡാണ്. ബീഡ്സ് വർക്ക് വന്നിട്ട് ഫ്രണ്ടിൽ ഗാദേഴ്സ് വരുന്നത്. സൈസസ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം വീഡിയോയിൽ. അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ DM മെസ്സേജ് അയക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു. വർക്കിൻ്റെ സാധനം എടുക്കാൻ വേണ്ടി വന്നു. താഴോട്ട് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഫ്രണ്ടിലത്തെ ഒന്നുമില്ല, ഫുള്ള് മഞ്ഞായി. ഓ വേണ്ടല്ലോ. എന്നാൽ ഒരുമാതിരി ഒരു കാലാവസ്ഥയാണ്. നല്ല കിടു മഞ്ഞ, ഒരു വകയും കാണത്തില്ല. ഞാനിവിടെ വന്നിട്ട് ഇത്ര നാളായിട്ട് ഇപ്പോഴെത്ര മഞ്ഞ്. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്ന് കൂടുതലാണ്. ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഇതാണ്. പ്രഷർ പമ്പ്, വാട്ടർ ഹീറ്റർ, സംഭവങ്ങളെല്ലാം കൂടെ. നമ്മളവിടെ ചക്കയൊക്കെ ഉണ്ടായി തീർന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ ചക്ക ആകത്തുള്ളൂ. ഇത് പ്ലാവ.
മഴ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം മഞ്ഞ് കുറഞ്ഞ് ആ സൈഡിൽ മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പുറമൊക്കെ കുട്ടിക്കാനത്തോട്ട് കയറി വരുന്ന വഴിയാണ്. അവിടെയൊക്കെ കാണും മഞ്ഞായിരിക്കും. അയ്യോ, കാർമേഘം കണ്ടോ? മഴ പെയ്ത് മഴ പെയ്ത് താഴത്തെ റൂമിന്റെ താക്കോലാണ്. സ്റ്റെയർ കേസ് മറ്റേ അവിടെ ഒരു ഫോട്ടോ കിട്ടുന്നുണ്ടോ? 14 ലക്ഷം രൂപ 16 ലക്ഷം രൂപ അന്നത്തെ വില. സൈഡ് മാറ്റി തരും. പണ്ട് നമ്മുടെ ആൾക്കാരെല്ലാം മണ്ടയിൽ അധികം കയറി ഒന്ന്. രണ്ടാമത്തേത് പിന്നെ അവിടെ നിന്ന് പുള്ളിക്ക് നോക്കിയാൽ താഴോട്ട് കളിക്കാം എന്ന് വെച്ചാൽ കല്ലി പൊന്നാച്ചി പോകുന്ന സമയമല്ലേ. അപ്പോൾ താഴേന്ന് കയറി ഒരു അട്ടായിക്കോ അല്ലെങ്കിൽ സംഭവം ഉണ്ടെങ്കിൽ താഴേന്ന് കയറി വരുന്നത് കണ്ടു കഴിഞ്ഞാൽ പുള്ളി മുകളിൽ വരും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് അയാൾ ഇത് മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത്. പോയേക്കുവാണേ. അത് എന്തെങ്കിലും എടുക്കാം. അതുകൂടെ എലി കയറുമല്ലേ? അതിങ്ങോട്ട് ഇത് വരുന്നുണ്ട്. അതാ ഇത് 100 രൂപയ്ക്ക് അവിടെ കുറച്ച് നാൾ മുന്നേ ഞാൻ മേടിച്ചതാണ്. ആ ഇവിടെ എന്നാ ഇവിടെ സ്റ്റെപ്സിൽ അതാ സംഗീതക്കകത്തിരിക്കുന്നത്. ഇതിന്റെ നേരത്തെ മറ്റേ ഷോൾ എന്തി എടുത്തു നീ ചുരുട്ടുന്ന ഞാനുണ്ടല്ലോ. കേറുന്നുണ്ടോ നീ?
വില കൊടുത്തരി മേടിക്കട്ടെ. ഓ വില കൊടുത്ത് മേടിക്കും. ബൂസ്റ്റിൻ്റെ ആളില്ല. ഇവിടെ നോക്ക്, ഇവിടെ ഞാൻ പോവാം. നാളെ വരണേ. നാളെ നോക്കണം. ബ്ലൗസ് ഏതെങ്കിലും കൊണ്ടുവരണം. പാവാട മഴയാണ് കേട്ടോ, വീണ്ടും തുടങ്ങി മഴ. ഇല്ല, അപ്പോൾ പയ്യെന്ന് ഈ ബസ്സിനാണോ വന്നേ? പയ്യെന്ന് ഈ ബസ്സിനല്ലേ വന്നേ? നോക്കുന്നൊരു വണ്ടി കണ്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ അങ്ങ് മഴയൊക്കെ വരുന്നുണ്ട്. കാഞ്ഞിരപ്പള്ളി നിന്നാണോ കയറിയത്? അല്ല, പൊൻകുന്ന്. കുട്ടിക്കാലത്ത് അടിപൊളി മഴ. മഴ മാറുമ്പോൾ മഞ്ഞിറങ്ങും. ഇത് എവിടെ കണ്ടോ? നിലവിൽ മഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു. നാളെ പറിക്കാന്നേ, ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയുണ്ട്. നാളെ ഉച്ചക്ക് അത് മഞ്ഞ് വെള്ളം വേണോ? മഞ്ഞിൻ്റെ എത്ര നാൾ കൂടിയാണോ പാവം നടന്നു വരുന്നതെന്ന്. ഞാൻ നടന്നൊക്കെ വരും. ഓ, എന്ന് എത്രയോ നാളായി അമ്മ നടന്നു വന്നിട്ട്. ഫുൾ ഓട്ടോയിലുള്ള പരിപാടിയല്ലേ? അത് ഇതുണ്ടോ നോക്കിയേ, പുള്ളി മുകളിലോട്ട് വന്നറിയോ? മറ്റേ സാധനം എന്താ അടിച്ചിട്ടോ? പുള്ളി മുകളിലോട്ട് വന്നതിനാണെന്നറിയോ? മറ്റേ വാങ്ങി മാർക്കറ്റ് സെറ്റ് ചെയ്യാൻ പോകും. സാനിറ്റൈസർ ഉണ്ടോ നോക്കിയേ. ചമ്മൂട്ടനൊന്ന് പോയി കാണട്ടെ. കൊച്ചെന്തി ഉറക്കമാണോ? സുന്ദരി പൊന്നേ, പിന്നെ ഗുളികയൊക്കെ മേടിച്ചത് നല്ല നീരുണ്ട്. ഇത് ശ്യാമളമ്മ ആ നീരൊന്ന് കാണിച്ചത്. ലൈറ്റ് ഇടും മോനെ. ഇങ്ങോട്ട് വാ. അമ്മ പോയ കൂടെ ഉണ്ടായതായിരിക്കും. ലൈറ്റും ഇല്ല, ഗൂഗിൾ ഒന്നുമില്ലേ? ഉണ്ട്. ഇതിന് ഇരുട്ട്. ആ, ഒന്നും എടുക്കണ്ട, ഞാൻ ചെയ്തോളാം. കുഞ്ഞേ മുണ്ടക്കത്ത് കണ്ടില്ല കേട്ടാ, മുണ്ടക്കത്ത് കണക്കല്ല. 1500 രൂപ.
പിന്നെ എന്നാ ചോദിച്ചാൽ ഈ തിരുവനന്തപുരത്ത് പിന്നെ ചില പുറത്തൊക്കെയാണ് പഠിക്കുന്നത്. ഇവിടെ ഇപ്പം അങ്ങനെയൊന്നും എല്ലാം പോയിക്കൊണ്ടില്ല. അവിടുത്തെ ആ രാജകുടുംബത്തിൽപ്പെട്ട ആൾക്കാർക്ക് ആ ഒരു എന്നാ ഉത്സവം വരുമ്പോൾ അവർക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവർക്കൊരു വില്ലേജ് ഉണ്ട്. ഒക്കെ ആയിട്ട് പോയി അതിനെ പഴയ അത് പുള്ളി പോകുമ്പോഴാണ് അതിങ്ങനെ പോകുമ്പോഴാണ് ഇതിങ്ങൾക്ക് ഈ വൈബ്രേഷൻ നമ്മൾ നടന്നു വരുന്നതിന് ഇപ്പത്തോടെ കാലത്ത് കയറി ആട്ടി ഭയങ്കര വെള്ളമായിരിക്കും. അപ്പോൾ കണ്ടോളാം എക്സ്പോർട്ട് ഫോണും വണ്ടി ഇങ്ങനെ കൊണ്ട് കൊടുക്കുന്നത് തേങ്ങ കിട്ടിയാൽ അത് കൊണ്ടുപോകും, ആരക്കോട് കിട്ടിയാൽ അത് കൊണ്ടുപോകും. ഇനി അവിടുന്ന് ഭക്ഷണം കിട്ടുന്നെങ്കിൽ വേണേൽ അവിടെ നിന്ന് കഴിക്കും. അയ്യാ നിന്നെ ഞാൻ കണ്ട കാലം പോലെ ഇതിനോട് ഞാൻ പറയാം. നീ ആ തന്നെ ശ്യാമളം എന്നുകൊണ്ട് എന്നേലൊക്കെ ആഘോഷമായിരിക്കുമല്ലോ. വരാലാണല്ലോ. ഏതാരാണെന്ന് അറിയത്തില്ല. പക്ഷെ ഞമ്മളെ ഒറ്റ പോക്ക് പോയി. ഞാനെന്നാ എനിക്കാണെങ്കിൽ ഈ മീൻകറി വെക്കാമെന്ന് അത്ര വലിയ വശമൊന്നുള്ള ആളല്ല. അതേ കറി വെക്കുന്നത് വറക്കണം അപ്പോഴേ. കറി വെക്കാൻ വേണ്ടി മാത്രം ശമ്പളം എടുത്തതാണ്. വറക്കാനൊന്നും എടുത്തില്ല. അപ്പോൾ ഇച്ചിരി എഴുതി ഇത്ര എടുത്തുള്ളൂ. കറി വെക്കണമെന്ന് പറഞ്ഞു. ഞാൻ വരാല് കടവരാല അന്ന് മേടിച്ചില്ല നമ്മള്. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ എന്തൊക്കെ ഞാനൊന്നും മേടിച്ചോണ്ട് വന്നില്ല അടി. ആ സാധനം ഇത് വരാല് തലവേന എടുത്തേക്ക് പൊക്കോ. രാവിലെ കറി വെക്കാം. അല്ല 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 പിന്നെ ആരും വിളിച്ചോ? എനിക്കെന്നെ വരത്തില്ല. ബസ്സൊക്കെ ഓടി. ഓ ഇന്നും ചാർജ് കയറിയില്ലല്ലേ? എനിക്ക് എത്ര വരെ പോയായിരുന്നു പകല്? ഇതന്നെ ഞാൻ വന്നപ്പോ തൊമ്പതാണ്. നോക്കിയായിരുന്നു. വെയിലില്ലായിരുന്നോ? രാവിലെ ഞാൻ പോകാൻ നേരത്തെ ചീറ്റ് വെയിൽ കളഞ്ഞായിരുന്നു. അവിടെയാണ് ഫുൾ മഞ്ഞ്. ഉയ്യോ ഒന്ന് കണ്ണുപോലെ കാണാനില്ലാത്ത പോലെ മഞ്ഞായിരുന്നു മൊത്തം. വൈകിട്ടായപ്പോ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ അമ്മ എന്നെ പറഞ്ഞേ ഫുൾ മഞ്ഞാ ഇപ്പം. ഇപ്പം ഒന്നും അതെ ഇവിടെ മൂടല്ലേ മഴയുണ്ടായിരുന്നോ? ആ കാലാവസ്ഥക്ക് അവിടെ മഞ്ഞാ ഫുള്ള്. പക്ഷെ നമ്മളെ ഫോണിലാണോ ടി വിയിലാണോ? ഭിത്തി നമ്മുടെ ഭിത്തി കണ്ടിട്ടാ പറഞ്ഞേ. ഇതുവരെ മിണ്ടിയില്ലേ? കണ്ടോ? വെളിവില്ലാത്ത അതാ ഫോണിൽ നോക്കിയാൽ മാത്രമേ ബോധമുള്ളൂ. ഫോൺ മാത്രം അറിയാം. പഴയ പോലെ ഒന്നും വയ്യടി. ഒന്നാമത് തടി അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാനോ ഓടാനോ ഒന്നും വയ്യ പഴയ പോലെ. സാരമില്ല. അത് ചിലപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഭയങ്കര നല്ലതായിരിക്കേ. എല്ലാം ഊളായിരിക്കും. മീനിൻ്റെ ഒന്നുമല്ല. ശ്യാമളയുടെ മൂട് പോലെ ഇരിക്കും. മീനൊന്നും തന്നെ എന്നും മീനല്ലേ. സ്വന്തമായിട്ട് മീൻ മേടിച്ചുകൊണ്ട് വെക്കുന്നു. ചില ദിവസം അച്ചാറാണല്ലോ ശരി, മീനാണല്ലോ ശരി. മേടിച്ചായിരിക്കും അണ്ണൻ്റെ അടുത്തുനിന്ന്. 100 രൂപ കിലോ. ഒന്നത്തിന് 1/2 കിലോ മേളിലാവും.